അതായത് ഞാൻ നേരത്തെ ഒരു സ്വകാര്യ ബാങ്കിൻ്റെ, ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻസി ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കളക്ഷൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അനൂപ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഈ സ്വകാര്യ കമ്പനിയിൽ മൊബൈൽ ഷോപ്പ് റിലയൻസിൽ ഉൾപ്പെടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് എൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് മരണപ്പെടുന്നത്. പടിഞ്ഞാമ്പള്ളി വിജീഷ് എന്ന് പറയുന്നത് അയാൾ ഞാനുമായിരുന്നു ഈ പറയുന്ന ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഞാൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ബെസ്റ്റ് പെർഫോമറായിരുന്നു. അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെയിൽസ്മാനായി ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഗോൾഡ് മെഡലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് അങ്ങനെ ആ മാർക്കറ്റിംഗ് സ്കില്ലായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് റിലയൻസിനകത്ത് എൻ്റെ ജോലി പോയി. പിന്നെ ഞാൻ മറ്റ് കളക്ഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ എൻ്റെ വിവിധ ആൾക്കാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ പല സ്വകാര്യ ബാങ്കുകളുടെയും ടെലികമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ നാഷണൽ ഹെഡുമാരും സ്റ്റേറ്റ് ഹെഡുമാരും ഒക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരു കൺസൾട്ടൻസി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ അതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു കൺസൾട്ടൻസി, അവർ ചെയ്യേണ്ട ജോലികൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സ്വകാര്യ ബാങ്കുകളുടെയും മറ്റും കൺസൾട്ടന്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രമോദ് പ്രവർത്തിക്കുന്നത്. അതെ, അതിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനുണ്ടായ കാരണം, ഒരു നിമിഷം അതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, താങ്കളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ ജോലിയുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ ഭാര്യയ്ക്ക് ഈ കഴിഞ്ഞ 6 മാസമായിട്ട്, കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇവിടുത്തെ ഒരു ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഭാര്യ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഫുൾ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ കാലവും എല്ലാ വർഷവും പാർട്ടിക്ക് നമുക്കുണ്ടാകുന്ന വരുമാനം, കടം എന്നതിനെക്കുറിച്ച് നമ്മൾ കണക്ക് കൊടുക്കണം. ആ കണക്കിനകത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള കടത്തിനെ കുറിച്ച് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര കടം എനിക്കുണ്ട്. ആ കടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രമോദ് പാർട്ടി രംഗത്ത് സജീവമായി പ്രവർത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻറ്റും ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പിങ്കി എന്ന സഖാവിന് ജോലി കൊടുക്കുന്നത്. ഇപ്പോൾ ആ ജോലി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോയി എന്ന് താങ്കളുടെ ഭാര്യയാണ് അല്ലേ? എൻ്റെ ഭാര്യയാണ്. ഓക്കെ, അപ്പോൾ പാർട്ടി ഇത് താങ്കളെ പരിഗണിച്ചിട്ടുണ്ട്, താങ്കളുടെ കുടുംബത്തെ പരിഗണിച്ചിട്ടുണ്ട്. താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ കൃത്യമായ തിരിച്ചറിവിൽ തന്നെ പാർട്ടി വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒരു തൊഴിലും കൊടുത്തിട്ടുണ്ട് സഹകരണ സ്ഥാപനത്തിൽ. ഓക്കെ, അപ്പോൾ പാർട്ടി താങ്കൾ പരിഗണിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പാർട്ടി നേതൃത്വത്തിന് താങ്കളും താങ്കളുടെ കുടുംബവും അനഭിമിതനായിരുന്നില്ല ഈ വാർത്ത വരുന്നത് വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ശ്രീജിത്തിനെ പരിചയപ്പെടുന്നത് എത്ര കാലം മുമ്പാണ്? ശ്രീജിത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് അതിൻ്റെ ഡേറ്റ് തന്നെ ഞാൻ പറയാം. ശ്രീജിത്ത് എന്നെ ഞാൻ പരിചയപ്പെടുന്നത് 2023 മെയ് മാസം 15-ാം തീയതിയോ 16-ാം തീയതിയോ ആണ്. കാരണം 18-ാം തീയതി രാവിലെ ശ്രീജിത്ത് 8 മണിക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രമോദേട്ട, ഞാൻ ശ്രീജിത്ത്, പിൻഡോ ഫ്രണ്ട്, ഇന്നലെ നമ്മൾ കണ്ടിരുന്നു എന്ന് വെച്ചാൽ 17-ാം തീയതി മെയ് മാസമാണ് 2023 ഞാൻ ശ്രീജിത്ത് ഏട്ടനെ പരിചയപ്പെടുന്നത്. ഒരു വർഷത്തിലേറെ ശ്രീജിത്തുമായി പരിചയം. എൻ്റെ വീട്ടിലേക്ക് അതെ, തുടരാം. ഒരു വർഷമായിട്ട് ഞാൻ ശ്രീജിത്ത് ഏട്ടനായിട്ട് പരിചയമുണ്ട്. ആദ്യം മെസ്സേജ് അയക്കുന്നു, അതിനുശേഷം നിങ്ങൾ പിന്നീട് സുഹൃത്തുക്കളാവുന്നു. എനിക്ക് തോന്നുന്നു പ്രമോദിന്റെ അളിയന്റെ സുഹൃത്തു കൂടിയാണ് ശ്രീജിത്ത്. അതെ അതെ. തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്, അടുത്ത സുഹൃത്തായി മാറുന്നു. അടുത്ത സുഹൃത്തായി മാറുന്നു. അയാൾ എന്നോട്, അതായത് ഇപ്പം ഇതിനകത്തുണ്ടാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പരിചയപ്പെടുന്നതിനിടയ്ക്ക് അയാളുടെ ചില പ്രയാസങ്ങൾ അയാൾ എന്നോട് പറയാൻ സന്നദ്ധമാകുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. അതെല്ലാം ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ശ്രീജിത്തിന്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സുഹൃത്ത് തന്നെയായിരുന്നു, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അയാൾക്ക് കുറേ വിഷമങ്ങളുണ്ട്. അപ്പോൾ ആ വിഷമങ്ങൾ അയാൾ ചില സമയത്തൊക്കെ എന്നോട് പറയുമ്പോൾ, ശ്രീജിത്തേട്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്ന് പറയുന്ന, സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ്. അതായത് അങ്ങനെ ഒരു മനുഷ്യനാണ് അയാൾ.
ശരി. അതിൽ ഒരു വിഷയമായിരുന്നു ശ്രീജിത്തിൻ്റെ ഭാര്യ മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ കുട്ടികളും കുടുംബവും ഒക്കെ ഒറ്റയ്ക്ക് കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലേക്ക് ഏതെങ്കിലും ജോലിയോ തൊഴിലോ ഒക്കെ കിട്ടിയാൽ സൗകര്യമായി എന്ന വിവരവും താങ്കളെ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചു. അത് സ്ഥലം മാറ്റമല്ല, പുതിയ ജോലി സംബന്ധമായ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ സഹായിക്കണം എന്നാണോ പറഞ്ഞത്? അതായത് ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ ഈ ഹോമിയോ ഇതായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതെ. ആ ഹോമിയോ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ ഈ ഇതിൻ്റെ PSCയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രമോദേട്ടൻ എന്താണ് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പാർട്ടി ബ്രാഞ്ചിൻ്റെ കത്ത് വാങ്ങി, ലോക്കൽ കമ്മിറ്റിയുടെ കത്ത് വാങ്ങി, ഈ കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റിയിൽ എത്തിക്കണം. അപ്പോൾ ഒരു പാർട്ടി സഖാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയ്ക്ക് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ സഹായിക്കുമല്ലോ, നമുക്ക് നോക്കാം, നിങ്ങൾ കത്തൊക്കെ വാങ്ങിക്കൊടുക്കൂ എന്ന് പറയും. അത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഓരോരോ ആവശ്യങ്ങളായിട്ട് വരും. ഇതിൻ്റെ പ്രോസസ്സിങ് എന്താണ്? ഈ കൃത്യമായിട്ട് പാർട്ടി ത്രൂ അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇതിൻ്റെ കത്തെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വാധീനം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, വിവിധ ഘടകങ്ങളിലുള്ള അംഗങ്ങൾക്ക് അതാതു ഘടകങ്ങളിലെ കത്ത് ജില്ലാ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തു വരൂ എന്നാണ് താങ്കൾ ശ്രീജിത്തിനോട് പറഞ്ഞത്. അതെ അതെ. അതിനനുസരിച്ച് ശ്രീജേട്ട ആ കത്ത് വാങ്ങിച്ചു കൊടുക്കുക, എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരി, എന്നാ പിന്നെ അതിനകത്ത് ഒരു വ്യക്തത വരുത്തിക്കോട്ടെ പ്രമോദ്, അത് PSC അംഗത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനമായിരുന്നില്ല. താങ്കളോട് സംസാരിക്കുമ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീജിത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടിയിലെ ഒരു രീതി അനുസരിച്ച് കത്ത് വാങ്ങി കൊടുക്കാൻ മാത്രമേ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ.